ഒരമ്മയുടെ അതിജീവനത്തിൻ്റെ കഥയാണ് സിനിമ കേരള പറയുന്നത്. ഈ കഥ കേൾക്കുമ്പോൾ ആ അമ്മയ്ക്ക് നിങ്ങൾ കയ്യടി കൊടുക്കും. കാരണം ഒരമ്മ രണ്ട് മക്കളെ കലാകാരികളാക്കാൻ ശ്രമിച്ച പെടാപ്പാടുകൾ, അതിനിടയിൽ അവർക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ, അതൊക്കെയാണ് സിനിമ കേരള പറയുന്നത്. ആ അമ്മയുടെ പേര് കല്ലറ സരസമ്മ. നടി അംബികയുടെയും രാധയുടെയും അമ്മ. സാധാരണ കുടുംബത്തിലാണ് കല്ലറ സരസമ്മ ജനിച്ചത്. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അവർ. കോൺഗ്രസിൻ്റെ ഐ ഗ്രൂപ്പിലെ തിരുവനന്തപുരത്തെ പ്രധാന നേതാവായി അവർ മാറി. കെ കരുണാകരനും കല്ലറ സരസമ്മയും തമ്മിലുള്ള സൗഹൃദം അക്കാലത്ത് ചർച്ചയായിരുന്നു. കോൺഗ്രസിൻ്റെ മഹിളാ വിങ്ങിൻ്റെയൊക്കെ നേതാവായി അങ്ങനെ കല്ലറ സരസമ്മ പ്രചുര പ്രചാരം നേടി കേരള രാഷ്ട്രീയത്തിൽ. പക്ഷേ രാഷ്ട്രീയം കൊണ്ട് തൻ്റെ പെൺമക്കളെ വളർത്താൻ പറ്റില്ല എന്ന് കല്ലറ സരസമ്മ മനസ്സിലാക്കി. രണ്ട് പെൺമക്കളും അഭിനയശേഷിയുള്ള കുട്ടികളായിരുന്നു. ആ കുട്ടികളെ സിനിമയിലെത്തിക്കാൻ പിന്നീട് അവർ ഒരുപാട് പാടുപെട്ടു. അംബികയാണ് ആദ്യം സിനിമയിലെത്തിയത്. അംബിക സിനിമയിൽ ബാലതാരമായാണ് അംബിക സിനിമയിൽ എത്തുന്നത്. പിന്നീട് അതിവേഗം സൂപ്പർ നടിയായി മാറി. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും നായികയായി. തമിഴിൽ രജനീകാന്തിൻ്റെയും കമൽഹാസൻ്റെയും ശിവാജി ഗണേശൻ്റെയും ഒക്കെ നായികയായി മാറി. അംബിക രണ്ടുപേരുടെ മാത്രമേ നായികയാവാതായിട്ടുള്ളൂ. അത് അംബിക പറഞ്ഞു അക്കാലത്ത്. ഒന്ന്, പ്രേം നസീറിൻ്റെ നായികയാവാൻ അംബികയ്ക്ക് കഴിഞ്ഞില്ല. രണ്ട്, MGRൻ്റെ നായികയാകാൻ അവർക്ക് കഴിഞ്ഞില്ല. ബാക്കി എല്ലാ നടന്മാരുടെയും അന്നത്തെ എല്ലാ സൂപ്പർ താരങ്ങളുടെയും നായികയായി അവർ മാറി. ഇപ്പോൾ അവർ സിനിമയിൽ രണ്ടാം വരവും നടത്തി. നല്ല നടിയാണ് അംബിക. മാത്രമല്ല, അംബിക അഭിനയിച്ചാൽ സിനിമ സൂപ്പർ ഹിറ്റ് എന്നൊരു വിശ്വാസം തമിഴ്നാട്ടിലും മലയാളത്തിലും ഉണ്ടായിരുന്നു. ബാലചന്ദ്രമേനോനൊത്ത് അംബിക അഭിനയിച്ച കുടുംബപുരാണമൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു. അങ്ങനെ അംബികയ്ക്ക് ഒരു ലക്ക്. അംബിക അഭിനയിച്ചാൽ ആ സിനിമ ഹിറ്റ് എന്നൊരു സമവാക്യം അക്കാലത്ത് നിലനിന്നിരുന്നു. തെലുങ്കിൽ ചിരഞ്ജീവിയുടെ നായികയായിട്ടുണ്ട് അംബിക. കൃഷ്ണയുടെ നായികയായിട്ടുണ്ട് അവർ. അംബികയ്ക്ക് ശേഷം രാധയാണ് കടന്നു വന്നത് സിനിമയിൽ. രാധ അതിവേഗമാണ് പ്രചാരം നേടിയത്. സർപ്പസുന്ദരിയായി രാധയെ കണക്കാക്കി. മാതകവേഷം ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും അവർ കാണിച്ചില്ല. ചിരഞ്ജീവിയുമൊത്ത് ഒരുപാട് സിനിമകളിൽ രാധ അഭിനയിച്ചു. സുമനുമൊത്ത് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. കന്നഡയിലും രാധ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. അംബികയേക്കാൾ വില കൂടിയ നടിയായി രാധ മാറി. ഇതൊക്കെ കണ്ട് ആ അമ്മ സന്തോഷിച്ചു. അതിനിടയിൽ മക്കൾക്ക് മേൽ വരുന്ന ഗോസിപ്പുകൾ. അംബികയ്ക്കെതിരെ ഒരുപാട് ഗോസിപ്പുകളാണ് അക്കാലത്ത് ഉണ്ടായത്. അതിനെയൊക്കെ തരണം ചെയ്തു കല്ലറ സരസമ്മ. കുറച്ചൊക്കെ ധിക്കാരപരമായി തന്നെ ആ അമ്മ അതൊക്കെ തരണം ചെയ്തു എന്നാണ് സിനിമ കേരളയ്ക്ക് അറിയാൻ കഴിഞ്ഞത്. കല്ലറ സരസമ്മയുടെ കഥ അതിജീവനത്തിൻ്റെ കഥയാണ്. രണ്ട് പെൺമക്കളെയും കൊണ്ട് മദ്രാസിലെത്തിയ കല്ലറ സരസമ്മ ആ രണ്ട് പെൺമക്കളെയും സൂപ്പർ നടിമാരാക്കി മാറ്റാൻ കൂടെ നിന്നു. ഒരമ്മയുടെ ആഗ്രഹമാണ്, ഒരമ്മയുടെ എന്താ പറയുക, ശക്തമായ വികാരമാണ് ഈ രണ്ട് നടിമാരെ സൂപ്പർ നടികളാക്കി മാറ്റിയത്. തെന്നിന്ത്യയിൽ ഈ സഹോദരങ്ങൾ, തെന്നിന്ത്യൻ സിനിമ ഈ സഹോദരങ്ങൾ ഭരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു സുവർണ കാലം. രണ്ട് സഹോദരങ്ങളും മേനിയഴക് കാട്ടാൻ ഒട്ടും വിസമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പല കഥകളും വന്നു. കമലഹാസനെയും അംബികയും ചേർത്തൊക്കെ പല തരത്തിലുള്ള ഗോസിപ്പുകളാണ് അന്ന് നാന അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വന്നത്. രാധയെക്കുറിച്ചും അങ്ങനെയൊക്കെ, രാധയും മോഹനുമായി പ്രണയമാണെന്നൊക്കെയുള്ള ഗോസിപ്പുകൾ തുരുതുരാ വന്നു. പക്ഷേ അതിനെയൊക്കെ വളരെ ചങ്കുറപ്പോടെ ഈ മക്കൾ നേരിട്ടത് അമ്മയുടെ കരുത്ത് കൊണ്ടാണ്. ചില പത്രപ്രവർത്തകരെ അമ്മ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും കേൾക്കുന്നു. പല്ലിശ്ശേരിയുടെ അബ്രലോകം എന്ന ആത്മകഥയിൽ പറയുന്നുണ്ട്. ആ അമ്മ രണ്ട് മക്കളുമായി മദ്രാസിൽ എത്തിയതും മദ്രാസിൽ അവർ തൻ്റേതായ സാമ്രാജ്യം സ്ഥാപിച്ചതും ഒക്കെ. മലയാള സിനിമയിൽ നിന്ന് തമിഴിലേക്ക് എത്തിയപ്പോൾ അംബികയ്ക്ക് കൈനിറയെ ചിത്രങ്ങൾ കിട്ടി. രാധ തുടക്കം കുറിച്ചത് തന്നെ തമിഴിലാണ്. മലയാളത്തിൽ രാധ വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ഇന്നത്തെ പ്രോഗ്രാം എന്ന ചിത്രത്തിലാണെന്ന് തോന്നുന്നു
രാധ മലയാളത്തിൽ അവസാനമായി അഭിനയിച്ചത്. എന്തായാലും രണ്ട് മക്കളും പ്രശസ്തിയുടെ ഉന്നതിയിലെത്തി, രണ്ട് മക്കളും താരപദവിയുടെ ഉന്നതിയിലെത്തി. ഇതിനെല്ലാം പിന്നിൽ ആ അമ്മയുടെ കരുത്തുണ്ടായിരുന്നു, കല്ലറ സരസമ്മയുടെ കരുത്ത്. കൊടുക്കണ്ടേ ആ അമ്മയ്ക്ക് നമ്മൾ ആദരവിൻ്റെ കയ്യടികൾ.